പൊടിക്കല്ല് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു 2 കപ്പ് മൈദ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗോതമ്പ് പൊടിയിൽ വേണമെങ്കിൽ ഗോതമ്പ് പൊടിയിൽ ഉണ്ടാക്കാം. ഒരു 3 ടീസ്പൂൺ നെയ്യ്. നെയ്യ് നമുക്കൊന്ന് ചൂടാക്കിയിട്ട് എടുക്കാം. ഇപ്പം നെയ്യ് നന്നായിട്ട് ചൂടാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ മൈദയിലേക്ക് ഈ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ചൂടുള്ള നെയ്യായ കാരണം ആദ്യം നമ്മളൊരു സ്പൂൺ കൊണ്ടൊന്ന് ഇങ്ങനെ മിക്സ് ചെയ്യാം. അതിനുശേഷം നമുക്കിങ്ങനെ കൈ കൊണ്ട് എല്ലാം കൂടെ മിക്സ് ആക്കാം. നമുക്കിത് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. നന്നായിട്ട് ഇങ്ങനെ നമ്മൾ പുട്ടിനൊക്കെ പൊടി നനയ്ക്കില്ലേ, അതേപോലെ ഇങ്ങനെ നനച്ച് കൊടുക്കുക. എല്ലാ ഭാഗത്തും നന്നായിട്ട് ഇങ്ങനെ നനച്ചു കൊടുക്കുക. കൈ കൊണ്ട് ഇങ്ങനെ 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 ആക്കിയാൽ മതി. അപ്പം എല്ലാ ഭാഗത്തേക്കും ഈ നെയ്യ് ആവും. അപ്പം നന്നായിട്ട് ഇതാ എല്ലാ ഭാഗത്തും മിക്സ് ആയിട്ടുണ്ട്. നമ്മൾ നെയ്യ് മൈദയും നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ്, ഉപ്പ്, തുള്ള് ബേക്കിംഗ് സോഡ. ഇതെല്ലാം കൂടി ഒന്നും കൂടെ നന്നായിട്ട് മിക്സ് ആക്കാം. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഗോതമ്പ് പൊടിയിൽ ഉണ്ടാക്കാം. അതുപോലെ തന്നെ മുട്ട വേണമെങ്കിൽ നിങ്ങൾക്ക് മുട്ടയും ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ മുട്ടയൊന്നും ചേർക്കാത്ത ഇതാണ് ഉണ്ടാക്കുന്നത്. ഇതിലേക്ക് നമുക്ക് പാല് കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചിട്ട് കുഴച്ചെടുക്കാം. മാവ് നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കണം. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ കുറേശ്ശെ കുറേശ്ശെ പാലൊഴിച്ചിട്ട് കുഴയ്ക്കാം. 2 കപ്പ് മൈദയ്ക്ക് ഏകദേശം 1 കപ്പ് പാലെങ്കിലും വേണ്ടി വരും കുഴയ്ക്കാനായിട്ട്. പക്ഷെ നിങ്ങൾ മുഴുവനായിട്ട് ഒരുമിച്ച് ഒഴിക്കേണ്ട, കുറേശ്ശെ കുറേശ്ശെ ഇങ്ങനെ ഒഴിച്ചിട്ട് കുഴയ്ക്കാം. അപ്പോൾ ഇതാ മാവ് നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു 10 മിനിറ്റ് നേരം മൂടി വയ്ക്കാം. 10 മിനിറ്റ് നേരം ആയിട്ടുണ്ട്. മാവ് ഇനിയും നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഒന്നും കൂടി ഒന്ന് കുഴയ്ക്കാം നമുക്ക് മാവിനെ. ഇനി ഇതിൽ നമുക്ക് ചെറിയ ചെറിയ ഉണ്ടകളാക്കാം. ഇതിനെ അത്രയും സൈസിൽ ചെറിയ ചെറിയ ഉണ്ടകളാക്കാം. ഇതേപോലെ എല്ലാം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതല്ലാതെ ഞാനിങ്ങനെ ചെറിയ ചെറിയ ഉരുണ്ടകളാക്കി എടുത്തു. ഇനി നമുക്കിങ്ങനെ ഫോർക്ക് എടുക്കുക. ഫോർക്ക് എടുത്തിട്ട് ഫോർക്കിൻ്റെ ബാക്ക് സൈഡിൽ ഇതിങ്ങനെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. മാവിനെ കറക്റ്റ് ഈ ഫോർക്കിൻ്റെ ഷേപ്പിൽ നന്നായിട്ട് ഇങ്ങനെ പ്രസ് ചെയ്യാം. കണ്ടോ? അപ്പോൾ ഇങ്ങനെ നന്നായിട്ട് പ്രസ് ചെയ്തു. എന്നിട്ട് പതുക്കേനെ ഇങ്ങനെ ചുരുട്ടി കൊടുക്കാം. കണ്ട നല്ല ഫോർക്കിൻ്റെ ഷേപ്പ് എല്ലാം അവിടെ വന്നില്ലേ. ഇതേപോലെ നമുക്ക് എല്ലാം ആക്കിയെടുക്കാം. എടുക്കുക, നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കറക്റ്റ് ആ ഫോർക്കിൻ്റെ ഷേപ്പ് വരും. ബാക്കിൽ നോക്കിയാൽ കണ്ട അറിയാൻ പറ്റും. ഇതേപോലെ ഇങ്ങനെ നന്നായിട്ട് പ്രസ് ചെയ്യുക. എന്നിട്ട് ഇത് പതുക്കാനൊന്ന് ചുരുട്ടി കൊടുത്താൽ മതി. അപ്പം ഞാനിതിപ്പോൾ എല്ലാം ഇതേപോലെ ഫോർക്കിൽ ചുറ്റിച്ചെടുത്തു. കണ്ടോ? ഇനി നമുക്ക് എണ്ണയിൽ വറുത്തെടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടാകുമ്പോൾ മീഡിയം ഫ്ലെയിമിലിടാം. എണ്ണ ചൂടായൊന്ന് നമുക്കൊരു ചെറിയൊരു കഷ്ണം പീസ് ഇട്ട് നോക്കിയിട്ട് നോക്കാം. അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിലിടാം. പതുക്കേനെ ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കാം. ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്കിത് എടുക്കാം. അപ്പോൾ ഇത് നല്ല ഗോൾഡൻ ബ്രൗൺ കളറായി തുടങ്ങിയിട്ടുണ്ട്. നല്ല മൊരിഞ്ഞ ശബ്ദം കേൾക്കുന്നുമുണ്ട്.
ഇത്രയും പൊരിഞ്ഞാൽ മതി കേട്ടോ. നമുക്കിനി ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. എണ്ണയൊന്നും കുടിച്ചിട്ടില്ല, അത് കാരണം നമ്മൾ ടിഷ്യൂ പേപ്പർ ഒന്നും ഇടേണ്ട ആവശ്യമില്ല. ഇങ്ങനെ തന്നെ എണ്ണയൊന്നും ഇതേമാതിരി ഒന്ന് ഊറ്റിയിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. നല്ല ശബ്ദം കേൾക്കണുണ്ടോ? നമ്മളിപ്പോൾ ഇതാ രണ്ടാമതിട്ടതും നന്നായിട്ട് ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട്. ഇത് നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ അതെല്ലാം നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിതിൻ്റെ മേലെ ഇനി ചൂട്ടോട് കൂടി പൊടിച്ച പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഞാനത് ചൂട്ടോട് കൂടി ഇനി ഒരു വലിയ പ്ലേറ്റിലേക്ക് ഇടാണ്. ഇതിൻ്റെ മേലെ നമുക്ക് പൊടിച്ച പഞ്ചസാര കുറച്ച് ഇട്ട് കൊടുക്കാം. ചൂട്ടോട് കൂടി ഇട്ട് കൊടുക്കുക. അപ്പം അതിങ്ങനെ കറക്റ്റ് അതുമൊക്കെ വെറ്റി പിടിച്ചു. നമുക്ക് മിക്സ് ആക്കാം. ഇതാ നമ്മുടെ കൽക്കൽ അങ്ങനെ റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ എളുപ്പമാണ്, വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും. നമ്മുടെ വീട്ടിലുള്ള എല്ലാ സാധനങ്ങൾ കൊണ്ട് മാത്രമാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. കുട്ടികൾക്കൊക്കെ കൊടുക്കാനായിട്ട് നല്ലൊരു സ്നാക്കാണിത്. ഈവനിങ് സ്നാക്കായിട്ട് ഇതുപോലെ ഉണ്ടാക്കിയിട്ട് നമുക്കൊരു നന്നായി തണുത്ത് കഴിഞ്ഞിട്ട് ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ ഇട്ട് വെച്ചാൽ മതി. മെൽറ്റ് ഇൻ മൗത്താണ്, അങ്ങനെയാണ് നമ്മൾ കഴിക്കുമ്പോൾ നല്ല അലിഞ്ഞു പോകുന്നത്. നല്ല സ്വാദുണ്ട്. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കൂ. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കുക.